ഹായ് ബ്ലാസ്റ്റ്. അർജുൻ സർജ, അഭിരാമി, പ്രീതി മുകുന്ദൻ ഇവരെല്ലാവരും അഭിനയിച്ച ബ്ലാസ്റ്റ്. ഈ സിനിമ 28-നാണ് റിലീസായത്. അന്ന് എനിക്ക് സിനിമ കാണാൻ സാധിച്ചില്ല. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ കാണാൻ എനിക്ക് ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് വന്ന റിവ്യൂസ്, അതായത് എല്ലാവരും സിനിമയെക്കുറിച്ച് പോസിറ്റീവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നാണ് ഞാൻ സിനിമ കണ്ടത്. എന്തുകൊണ്ടാണ് സിനിമയെക്കുറിച്ച് എല്ലാവരും പോസിറ്റീവ് പറയുന്നു എന്നുള്ളത് എനിക്ക് കൃത്യമായി ഇന്ന് മനസ്സിലാവുകയും ചെയ്തു. തിയേറ്ററിൽ നല്ല രീതിയിലുള്ള ആളുണ്ടായിരുന്നു. നല്ല രീതിയിൽ കയ്യടി തിയേറ്ററിൽ ഉണ്ടായിരുന്നു. അതായത് നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന പല രംഗങ്ങളും സിനിമയിലുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. അത് പ്രേക്ഷകർ എൻജോയ് ചെയ്യുന്നുമുണ്ട്. ഈ സിനിമ അതിഗംഭീര സിനിമ എന്നൊന്നും പറയാൻ പറ്റില്ല. ആവറേജിനും മുകളിൽ നിൽക്കുന്ന സിനിമ. ഒരു പ്രാവശ്യം തീർച്ചയായും തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. നമ്മളെ കോരിത്തെരിപ്പിക്കുന്ന പല രംഗങ്ങളും സിനിമയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാം. പോരായ്മകൾ സിനിമയിലുണ്ട്, പക്ഷെ അത് പറയാൻ നിൽക്കുന്നില്ല. നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കഥ തന്നെയാണ് സിനിമയിലുള്ളത്. ഈ സിനിമ സാധാരണ ഒരു തമിഴ് സിനിമ പോലെ നായകന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സിനിമയല്ല. ഈ സിനിമയിൽ അഭിരാമിക്കും അതുപോലെ പ്രീതി മുകുന്ദനും എല്ലാം കൃത്യമായിട്ടുള്ള പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ വില്ലന്മാർക്ക് എല്ലാവർക്കും പ്രാധാന്യമുണ്ട്. അതായത് ഒരാളെ വെച്ച് മാത്രം മുന്നോട്ട് പോകുന്ന ഒരു സിനിമയല്ല എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകതയും. ഫൈറ്റ് രംഗങ്ങളെല്ലാം നന്നായിട്ടുണ്ട്, നന്നായി ചെയ്തിട്ടുണ്ട്. എന്തായാലും സിനിമ കൊള്ളാം. സിനിമയ്ക്ക് നല്ല രീതിയിൽ ആൾക്കാരും ഉണ്ട്. ആദ്യ ദിവസം, അതായത് സിനിമ ഇറങ്ങിയ ദിവസം സിനിമയ്ക്ക് കാര്യമായിട്ടുള്ള കളക്ഷൻ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടാം ദിവസമായപ്പോൾ ആ കളക്ഷൻ വർദ്ധിച്ചു. പക്ഷേ മൂന്നാം ദിവസമായിട്ടുള്ള ഇന്ന് ഗംഭീര കളക്ഷനാണ് സിനിമയ്ക്ക്. മികച്ച ബുക്കിങ്ങും സിനിമയ്ക്ക് വരുന്നുണ്ട് ബുക്ക് മൈ ഷോയിൽ. ഇന്ത്യൻ സിനിമകളിൽ ഇപ്പോൾ ദൃശ്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് വരുന്ന സിനിമ അത് ബ്ലാസ്റ്റ് എന്ന ഈ സിനിമയ്ക്കാണ്. എന്തായാലും സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാവും എന്ന് ഉറപ്പായി കഴിഞ്ഞു. അതുപോലെ തന്നെ ദൃശ്യം 3 ഇപ്പോഴും തിയേറ്ററുകളിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇന്നത്തോടുകൂടി 120 കോടി എന്ന നേട്ടം സിനിമ സ്വന്തമാക്കും. ബുക്ക് മൈ ഷോയിൽ ഇപ്പോഴും സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സിനിമ 100 കോടി എന്ന നേട്ടം മറികടന്നിരിക്കുന്നു എന്നുള്ളത് ഞാൻ രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അത് വലിയൊരു കാര്യമാണ്. ഇതുവരെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി നേടിയെടുത്ത സിനിമകൾ ഏതൊക്കെയാണ് എന്ന് പറയാം. ആകെ 9 സിനിമകൾ മാത്രമേ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളൂ. 1 പുലിമുരുകൻ, 2 2018, 3 മഞ്ഞുമൽ ബോയ്സ്, 4 ആവേശം, 5 എമ്പുരാൻ, 6 തുടരും, 7 ലോക, 8 വാഴ 2, ഇപ്പോൾ ദൃശ്യം 3. ഇത്രയും സിനിമകൾ മാത്രമാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയത്. ഇതിൽ 4 സിനിമയും മോഹൻലാലിൻ്റെ സിനിമയാണ് എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ദൃശ്യം 3 റെക്കോർഡിന് മേലെ റെക്കോർഡിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തമിഴിൽ കറുപ്പ് എന്ന സിനിമയ്ക്ക് ശേഷം മറ്റൊരു സിനിമ കൂടി വലിയ വിജയമായി മാറുന്നു, ബ്ലാസ്റ്റ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.